യുദ്ധരംഗം വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതോടൊപ്പം പ്രതിരോധ രംഗത്തെ മാറ്റിയെടുക്കുകയാണ് ഇന്ത്യയും. പരമ്പരാഗത അതിർത്തി യുദ്ധങ്ങളിൽ നിന്നും മാറി ദൂരെയുള്ള ലക്ഷ്യങ്ങളെ നേരിട്ട് ആക്രമിക്കാൻ കഴിയുന്ന സ്റ്റാൻഡ് ഓഫ് സ്ട്രൈക്ക് സംവിധാനങ്ങളാണ് ഇപ്പോൾ ലോകത്തിലെ പ്രധാന സൈനിക ശക്തികളുടെ ശ്രദ്ധാകേന്ദ്രം. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ കഴിയുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ മുതൽ കൃത്യതയോടെ ലക്ഷ്യത്തിലെത്തുന്ന വായുവിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ആയുധങ്ങൾ വരെ വികസിപ്പിക്കുന്നതിൽ രാജ്യങ്ങൾ വൻതോതിൽ നിക്ഷേപം നടത്തുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ വ്യോമാക്രമണ ശേഷി കൂടുതൽ വികസിപ്പിക്കാൻ സഹായിക്കാവുന്ന ഒരു പുതിയ ഇസ്രായേൽ നിർദ്ദേശം അന്താരാഷ്ട്ര പ്രതിരോധ രംഗത്ത് ശ്രദ്ധ നേടുന്നത്. ദീർഘദൂര ആണവ വാഹക ശേഷിയുള്ള അഗ്നി പരമ്പരയിലെ മിസൈലുകൾ, പ്രത്യേകിച്ചും അഗ്നി 5 പോലുള്ള സംവിധാനങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് ഇന്ത്യ ഇതിനകം തന്നെ തന്ത്രപരമായ പ്രതിരോധ ശേഷിയിൽ വലിയ മുന്നേറ്റം കൈവരിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിലെ സൈനിക ചിന്താഗതിയിൽ ഭൂതലത്തിൽ നിന്നുള്ള ബാലിസ്റ്റിക് മിസൈലുകൾക്കൊപ്പം വ്യോമസേനയ്ക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും നൽകുന്ന വായുവിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ആക്രമണ സംവിധാനങ്ങൾക്കും വലിയ പ്രാധാന്യം ലഭിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ഇസ്രായേൽ ഇന്ത്യക്ക് ഗോൾഡൻ ഹൊറൈസൺ എന്ന പേരിൽ അറിയപ്പെടുന്ന എയർ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ നൽകാനുള്ള സാധ്യത പരിശോധിക്കപ്പെടുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ സംവിധാനം ഇസ്രായേലിന്റെ സിൽവർ സ്പാരോ ലക്ഷ്യ മിസൈൽ പദ്ധതിയിൽ നിന്നാണ് വികസിപ്പിച്ചതെന്ന് പ്രതിരോധ വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നു. ആദ്യം ബാലിസ്റ്റിക് ഭീഷണികളെ അനുകരിക്കാൻ മിസൈൽ പ്രതിരോധ പരീക്ഷണങ്ങളിൽ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യ പിന്നീട് യുദ്ധപ്രയോഗത്തിനായി പരിഷ്കരിച്ചുവെന്നാണ് വിലയിരുത്തൽ. അതായത് ശത്രു മിസൈൽ സംവിധാനങ്ങളെ അനുകരിച്ച സാങ്കേതിക അടിത്തറ ഇപ്പോൾ ആക്രമണശേഷിയുള്ള ഒരു ആയുധമായി പരിണമിച്ചിരിക്കുകയാണ്. ഔദ്യോഗിക സാങ്കേതിക വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും വിവിധ പ്രതിരോധ റിപ്പോർട്ടുകൾ പ്രകാരം ഈ മിസൈലിന്റെ സാധ്യതാപരമായ ദൂരപരിധി 1000 മുതൽ 2000 കിലോമീറ്റർ വരെയാകാം. ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാന യുദ്ധവിമാനമായ സുഖോയ് Su-30 MKI-യുമായി ഇത് സംയോജിപ്പിക്കാനാകുമെന്ന സാധ്യതയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അത്തരമൊരു സംയോജനം നടപ്പിലായാൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ശത്രു വ്യോമ പ്രതിരോധ മേഖലയിലേക്ക് പ്രവേശിക്കാതെ തന്നെ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയുന്ന സ്റ്റാൻഡ് ഓഫ് ശേഷി ഗണ്യമായി വർദ്ധിക്കും. ഇന്ത്യയുടെ പ്രതിരോധ നയത്തിൽ സ്വയം പര്യാപ്തതയ്ക്ക് പ്രാധാന്യം നൽകുന്ന ആത്മനിർഭർ ഭാരത് സമീപനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം വിദേശ സാങ്കേതിക വിദ്യകൾ സംയുക്ത വികസനത്തിലേക്കോ സാങ്കേതിക കൈമാറ്റത്തിലേക്കോ നയിക്കുമോ എന്നതും ശ്രദ്ധേയമായ വിഷയമാണ്. ഇന്ത്യ ഇസ്രായേൽ പ്രതിരോധ സഹകരണം കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ സ്ഥിരമായി ശക്തി പ്രാപിച്ചിട്ടുള്ളതിനാൽ ഈ നിർദ്ദേശം ആ ബന്ധത്തിന്റെ അടുത്ത ഘട്ടമായി വിലയിരുത്തപ്പെടുന്നു. അവസാനമായി നോക്കുമ്പോൾ ഗോൾഡൻ ഹൊറൈസൺ പോലുള്ള എയർ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ സംവിധാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഒരു ആയുധ വാങ്ങലിന്റെ പരിധി കടന്നുള്ളതാണ്. മാറുന്ന യുദ്ധ സാങ്കേതികത, ദീർഘദൂര പ്രതിരോധ തന്ത്രങ്ങൾ, വ്യോമസേനയുടെ ഭാവി പങ്ക് എന്നിവയെക്കുറിച്ചുള്ള വലിയ സൈനിക ചിന്താഗതിയുടെ ഭാഗമായാണ് ഇത് കാണപ്പെടുന്നത്. ഇന്ത്യ ഈ നിർദ്ദേശം സ്വീകരിക്കുമോ അല്ലെങ്കിൽ ആഭ്യന്തര വികസനത്തിന് മുൻഗണന നൽകുമോ എന്നത് ഭാവിയിലെ പ്രതിരോധ നയ തീരുമാനങ്ങൾ വ്യക്തമാക്കും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.